मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്താണ് കാണിക്കുന്നത്? എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്? വേറെ നമുക്ക് സ്ഥലം വിടാം. താങ്ക് യു. നിങ്ങളാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. അതെയോ? നിന്റെ ജീവൻ ഞാനാണ് രക്ഷിച്ചത്. ഞാൻ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും നേരം പാടുപെടുമായിരുന്നു. നിങ്ങളൊരു ഹീറോ തന്നെയാണ്. എന്റെ ജീവൻ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റ് പോലും വേണ്ടെന്ന് പറയാണല്ലോ. അതൊക്കെ പോട്ടെ, നീ ആരാണ്? നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പൂച്ചകളുടെ രാജാവിന്റെ മകളാണ് ലൂസി. ഞാൻ കാട്ടിലാണ് ജീവിക്കുന്നത്. മിയാവ്. രാജാവിന്റെ മകളല്ലേ നീ? നീ അന്തപുരത്തല്ലേ ജീവിക്കേണ്ടത്, പിന്നെ കാട്ടിലെന്തിനാ ജീവിക്കുന്നത്? ഞങ്ങളുടെ വീട് കാട്ടിലാണ്. വരൂ, എന്റെ അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളെ കണ്ടാൽ അച്ഛൻ ഒരുപാട് സന്തോഷിക്കും. മിയാവ്. അങ്ങാണ് ഇവരുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചത്. അതെയോ? ഞാനിന്ന് വലിയൊരു രക്ഷകനായി മാറിയിരിക്കുക. ആ ഹീറോയെ ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഹീറോ എന്നല്ല. ഹീറോ ഞങ്ങളുടെ വീടിന്റെ പുറകിലാ താമസിക്കുന്നത്. ഇപ്പൊ പടയില്ലാതെ വീട്ടിൽ കുത്തിരിക്കുക. അച്ഛാ, ഇദ്ദേഹം ചില ഡോഗ്സിന്റെ അടുത്തുനിന്നും എന്റെ ജീവൻ രക്ഷിച്ചു. എനിക്ക് എല്ലാ കാര്യം അറിയാം മോളെ. മാസങ്ങളായിട്ട് നിനക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നതാ. എന്തിനു വേണ്ടിയായിരുന്നു? ഒന്നുമില്ല, എനിക്ക് ഒരുപാട് പ്രായമായി. ഞങ്ങൾക്കൊരു പുതിയ രാജാവിന്റെ ആവശ്യമുണ്ട്. ഇപ്പോ നീയാണ് രാജാവ്. ഞാൻ രാജാവൊന്നുമല്ല, ഹണിയാണ്. ഹണി. ഞാൻ പറഞ്ഞത്, ഇനി നീ പൂച്ചകളുടെ രാജാവാണ്. നീ രാജാവായാലേ ഈ കാട് മുഴുവൻ പൂച്ചകളുടെ രാജ്യമാക്കാൻ പറ്റൂ. ഏയ്, അതൊന്നും ശരിയാവില്ല. എനിക്ക് വീട്ടിൽ പോണം. ഇനി എപ്പോഴും ഇതായിരിക്കും നിന്റെ വീട്, അന്തപുരം. ഇതിന് സമ്മതിക്കൂ ഹണി. പൂച്ചകൾക്ക് 9 ജീവനുണ്ടെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല. ആയതിനാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അതെ, പുതിയ രാജാവിന് സിന്ദാബാദ്, സിന്ദാബാദ്. ഇന്ന് പുതിയ രാജാവിന്റെ ഭരണം തുടങ്ങുകയാണ്. ബൈക്ക് ടയറിന്റെ അടയാളം ഇതുവഴിയാ പോകുന്നേ. ഹണി പോയത് ഈ വഴി തന്നെ ആയിരിക്കും. എന്റെ ബൈക്കിന് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ അവനെ വെറുതെ വിടില്ല. എടാ
ആരുടെ പണിയാടാ ഇത്? പൂച്ചകളുടെ രാജ്യത്ത് വന്ന് മോഷ്ടിക്കാന്ന് കരുതിയോ നീ? ആ, ഇവൻ രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എടാ പൂച്ചേ, ഞാൻ എന്റെ ബൈക്കിന് വേണ്ടി അവിടെ വന്നത്. മര്യാദയ്ക്ക് തുറന്നു വിട്. സണ്ണി ഒന്നും മിണ്ടാതിരിക്ക, അല്ലെങ്കിൽ ഇവന്മാരടുത്ത് കുടുങ്ങി ബൈക്ക് ഒരിക്കലും ഓടിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. രാജാവേ, രാജാവേ, എന്തുപറ്റി? ആരാണ് ഇവർ? ഇവൻ നമ്മുടെ അതിർത്തിയിൽ വന്ന് മോഷ്ടിക്കാനായി നോക്കി. പൂച്ചകളെ, ആരാണ് നിങ്ങൾ? സണ്ണി എന്ന എന്റെ പേര്. എന്റെ ഈ കൈ കൊണ്ട് ഞാൻ കിക്ക് ചെയ്താൽ കിക്ക് മേടിക്കുന്നവൻ പിന്നെ എഴുന്നേക്കില്ല. അഹങ്കാരം പിടിച്ച പൂച്ചയാണല്ലോ ഇവൻ. അതെല്ലാം തന്നെ നമ്മുടെ പുതിയ രാജാവ് അവസാനിപ്പിക്കും. അതെ, ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരനെ അന്വേഷിച്ച് വന്നതാ. ഞങ്ങൾക്ക് പോണം. ഇനി എല്ലാ തീരുമാനവും ഞങ്ങളുടെ പുതിയ രാജാവ് എടുക്കും. ഹണി, കൊച്ചളിയാ, എന്റെ കൊച്ചളിയാ. ഇവൻ എന്റെ കൂട്ടുകാരനാണ്. ഇവനെ വെറുതെ വിടണം. നമ്മുടെ ആഗമന രാജാവിന്റെ ഉത്തരവാണ്. വിട്ടേക്കും. ഈ കഴുതയാണോ രാജാവ്? ഞങ്ങളുടെ അടുത്ത രാജാവിനെ നീ കഴുത എന്ന് പറയുന്നോ? വെറും കഴുതയല്ല, മണ്ടൻ കഴുതയാ. അത് ശരി. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് തോൽപ്പിച്ച് കാണിക്കേ. തോൽപ്പിക്കുകയാണെങ്കിൽ അടുത്ത രാജാവ് നീയാണ്. തോൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവനെപ്പ തന്നെ അങ്ങ് രാജാവാക്കിയേക്കെ. വേണ്ട, ഞാൻ ജയിച്ചതിന് ശേഷം രാജാവായിക്കൊള്ളാം. കൊള്ളാം. അവൻ ഇവനേക്കാൾ ബലവാനാണ്. നമ്മുടെ അടുത്ത രാജാവ് സണ്ണിയാണ്. ഹണി, നിനക്ക് നിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇവിടെ നിന്നും പോകാം. സണ്ണി, ഞാൻ പറയുന്നത് കേക്ക്. വാ, നമുക്ക് ഇവിടുന്ന് പോവാം. നിനക്കെന്താടാ വട്ടാണോ? ഞാൻ രാജാവാകാൻ പോവുകയാണ്. ഒക്കെ ഇവിടുന്ന് വേഗം പോ. ഈ കാട് മുഴുവൻ നമ്മൾ വേണം ഭരിക്കാൻ. യെസ്, വരൂ. ആദ്യം നമുക്ക് ടൂങ്കയുടെ അതിർത്തി പിടിച്ചെടുക്കണം. ടൂങ്കയുടെ കാര്യം ഇന്ന് തന്നെ തീർക്കാം. വരൂ, ഇന്നത്തെ ടൂങ്കയുടെ പണി കഴിഞ്ഞു. ഇതാണ് ടൂങ്കയുടെ അതിർത്തി. വെല്ലുവിളിക്കൂ. എടാ ടൂങ്ക, എവിടെയാടാ നീ? മര്യാദക്ക് പുറത്ത് വാടാ. മിയാ മിയാന്ന് പറഞ്ഞ അകത്ത് കയറി ഇരിക്കണം. നീ ഒന്ന് പുറത്ത് വാടാ. ആരാടാ എന്നെ ഇവിടെ കിടന്ന് വെല്ലുവിളിച്ചതാ? അല്ല, ഇതാരാ? ഇതാണ് ടൂങ്ക. അടിക്ക്. അവന്റെ കഥ തീർക്ക്. വേഗം. നീയാണ് രാജാവ്. തനിക്കെന്താടോ വട്ടുണ്ടോ? ഇവന് എത്രക്ക് ഭയങ്കരനായ ഡോഗിന്ന് അറിയാമോ? നിനക്കറിയില്ല ഞാൻ എത്രമാത്രം ക്രൂരനാണെന്ന്. അവരെല്ലാം പിടിക്ക. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓടിക്കോ. നമ്മുടെ സണ്ണി തോറ്റുകൊണ്ടിരിക്കാണ്. ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. എങ്ങോട്ടാടാ ഓടുന്നത്? ചേട്ടാ, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ ഈ കാട്ടിലുള്ള ആളെ അല്ല. നഗരത്തിലുള്ളവരെ കാണുന്നത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. നമ്മൾ സണ്ണിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയെടുക്കണം. വിട്ടേക്ക്. അവൻ അങ്ങനെ തന്നെ വേണം. അല്ല പൊപ്പാട്ട്, എന്തൊക്കെയാണെങ്കിലും അവൻ നമ്മുടെ കൂട്ടുകാരനാണ്. വാ. ഒരു ഡോഗിയായ നീ ഡോഗികളുടെ രാജാവിനോട് യുദ്ധം ചെയ്യാൻ വരുന്നോ?
സണ്ണി തളർന്നു പോകരുത്. തന്റെ മുഴുവൻ ശക്തി എടുത്ത് അവനെ അടിക്ക്. എന്റെ ഇടിയുടെ വെയിറ്റ് മനസ്സിലായല്ലോ. അമ്മ വിട്ടേക്ക്, വേഗം ഓടാൻ നോക്ക്. ഭാഗ്യം, എന്തായാലും നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പൂച്ചകളുടെ രാജാവായി നീ ഒരു പാട് പെട്ടേനെ. അതെ, ഇന്ന് ഡോഗിയുമായിട്ടാണ് യുദ്ധം. നാളെ ചിലപ്പോ സിംഹമായിരിക്കും. സംശയമുണ്ടോ? വേണ്ട, താങ്ക് യു കൂട്ടുകാരാ. ഇന്ന് നിങ്ങൾ കാരണം മാത്രമാണ് എന്റെ ജീവൻ തന്നെ രക്ഷിക്കാനായത്. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. സംസാരിക്കുന്നതൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആവാം. ആ ടൂങ്ക ഏത് സമയത്ത് വേണമെങ്കിലും തിരിച്ചു വന്ന് ആക്രമിക്കാം. വേഗം ഓട്. വരട്ടേനെ, ഞാനെന്താ പേടിച്ചു പോന്ന് വിചാരിച്ചോ? അത് വന്നു തോന്നുന്നു. ഓടിക്കോ, ഓടിക്കോ, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ, ഓടിക്കോ.